ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പൊന്നാനിയിൽ ഇ.ടി. മുഹമ്മദ് ബഷീറിന് പകരം സമദാനി പോരിനിറങ്ങുമ്പോൾ ലീഗ് നേരിടുന്നത് പുറത്തുനിന്നുള്ള എതിരാളിയെ അല്ല, അകത്തുണ്ടായിരുന്ന കരുത്തനെ തന്നെയാണ്. കെ.എസ്. ഹംസ എന്ന മുൻ ലീഗ് നേതാവ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുമ്പോൾ 40-ലേറെ വർഷമായി ലീഗിന്റെ കോട്ടയായി നിലനിൽക്കുന്ന പൊന്നാനി വല്ലാതെ കുലുങ്ങുന്നുണ്ട്. ലീഗ് നേതാവും പാണക്കാട് തങ്ങൾമാരുമായി ആത്മബന്ധവുമുള്ള കെ.എസ്. ഹംസയെയാണ് പൊന്നാനിയിൽ CPM പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നത്. ആരാണ് കെ.എസ്. ഹംസ? നിസ്സാരക്കാരനല്ല. മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായിരുന്നു. ലീഗിനുള്ളിൽ വിമത ശബ്ദമുയർത്തിയ തീപ്പൊരി നേതാവ്. സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ സാക്ഷാൽ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെയാണ് ഹംസ കടുത്ത വിമർശനം ഉന്നയിച്ചത്. പാർട്ടിയുടെ മുഖപത്രവുമായി ബന്ധപ്പെട്ടാണ് ഹംസ വിമർശനം ഉന്നയിച്ചത്. അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി ഒടുവിൽ ഹംസ ലീഗിൽ നിന്ന് പുറത്തായി. ഹംസ CPM പാളയത്തിൽ നിന്നും മത്സരിക്കുന്നത് ലീഗിന് അത്ര സുഖകരമാകില്ല. കാരണം ലീഗിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന നേതാവാണ് ഇദ്ദേഹം. MK മുനീർ, KM ഷാജി എന്നിവരുടെ എല്ലാം കരുത്തായിരുന്നു ഹംസ. അതുകൊണ്ട് തന്നെ ലീഗിനെതിരെ എന്തുകൊണ്ടും ശക്തനായ എതിരാളിയെ തന്നെയാണ് CPM കളത്തിലിറക്കിയിരിക്കുന്നത്. മാത്രമല്ല, പാണക്കാട് മുഈൻ അലി തങ്ങളുമായി അടുത്ത ബന്ധവും ഹംസയ്ക്കുണ്ട്. മുഈൻ അലി തങ്ങളെ ഒപ്പം നിർത്തി ചില നീക്കങ്ങളും ഹംസ നടത്തിയിരുന്നു. സമസ്തയുമായി അടുത്ത ബന്ധവും അദ്ദേഹത്തിനുണ്ട്. ഇതെല്ലാം പൊന്നാനിയിൽ ഹംസയ്ക്ക് അനുകൂല ഘടകങ്ങളാണ്. സമസ്ത AP വിഭാഗം എക്കാലവും CPM-നൊപ്പമാണ്. EK വിഭാഗത്തിന്റെ പിന്തുണ ഹംസയിലൂടെ ലഭിക്കുമെന്ന പ്രതീക്ഷയും CPM-നുണ്ടാകും. തൃശൂരിലെ മലബാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഇഖ്റ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ചെയർമാനാണ് അദ്ദേഹം. കെ.എസ്. ഹംസ CPM സഹയാത്രികനായി നിൽക്കുമ്പോൾ ചില കൗതുകങ്ങളും ഉണ്ട്. കുഞ്ഞാലിക്കുട്ടിക്ക് UDF-നോടുള്ള ആത്മാർത്ഥതയെ ചോദ്യം ചെയ്ത നേതാവ് CPM ടിക്കറ്റിൽ മത്സരിക്കുന്നത് തന്നെ വലിയ കൗതുകം. കുഞ്ഞാലിക്കുട്ടി ഭരണപക്ഷത്താണോ പ്രതിപക്ഷത്താണോ എന്ന് വ്യക്തമാക്കണം എന്നാണ് ഒരിക്കൽ ഹംസ തുറന്നടിച്ചത്. പാർട്ടിയെ നിഷ്ക്രിയമാക്കി രാഷ്ട്രീയ ഹിജടകളെ വളരുവാൻ അനുവദിക്കരുത് എന്ന് പോലും ഹംസ വിമർശിച്ചു. മാത്രമല്ല, PK കുഞ്ഞാലിക്കുട്ടി മോദിയെയും പിണറായി വിജയനെയും ഭയന്ന് കഴിയുകയാണ് എന്ന് പോലും ഹംസ തുറന്നടിച്ചിരുന്നു. മുസ്ലിം ലീഗിന് മൂല്യച്യുതി സംഭവിച്ചെന്നാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഹംസ വിമർശിച്ചത്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ ED ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് താൻ ചോദ്യങ്ങൾ ഉന്നയിച്ചതോടെയാണ് ലീഗുമായി തെറ്റിയത്. 10 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടിനാണ് തങ്ങളെ ചോദ്യം ചെയ്തത്. അദ്ദേഹം പക്ഷേ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പാർട്ടി മുഖപത്രത്തിന്റെ MD ആയതിനാൽ അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു അക്കൗണ്ട്. നോട്ട് നിരോധന കാലത്ത് 10 കോടി രൂപ ഒന്നിച്ചുകൊണ്ട് അതിൽ നിക്ഷേപിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ ഒപ്പിട്ട ചെക്ക് മാറ്റിക്കൊണ്ടുവന്നു. ഇതിനു പിന്നിൽ ആരെന്ന് ഇപ്പോൾ പറയുന്നില്ല. കാര്യങ്ങൾ ജനം മനസ്സിലാക്കിക്കൊള്ളും, ഹംസ പറയുന്നു. അടവ് നയം എന്ന വാക്ക് CPM-ന് അന്യമല്ല. കാലാകാലങ്ങളിൽ പാർട്ടി ഈ വാക്കെടുത്ത് പ്രയോഗിക്കാറുണ്ട്. മുസ്ലിം ലീഗിന്റെ തീപ്പൊരി നേതാവ് KT ജലീലിനെ CPM പാളയത്തിൽ എത്തിച്ചതും അടവ് നയം തന്നെ. അടവ് നയത്തിലൂടെ വന്ന മറ്റൊരു തീപ്പൊരി നേതാവാണ് PV അൻവർ. കോൺഗ്രസ് തട്ടകത്തിൽ നിന്ന് അടർത്തി മാറ്റി സാക്ഷാൽ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ഷൗക്കത്തിനെ തന്നെ തോൽപ്പിച്ചു CPM. പട്ടിക ഇനിയുമുണ്ട്. സുലൈമാൻ ഹാജി, V അബ്ദുറഹ്മാൻ, ഹുസൈൻ രണ്ടത്താണി എന്നിങ്ങനെ. അങ്ങനെ എത്രയെത്ര അടവ് നയങ്ങൾ. നിയമസഭയിൽ ചരിത്രം സൃഷ്ടിച്ച തല്ലുമാലയ്ക്ക് ശേഷം ശത്രുപാളയത്തിൽ നിന്ന് മാണി സാറിന്റെ മകൻ ജോസ് കെ മാണിയെ LDF-ന്റെ ഭാഗമാക്കിയതും മറ്റൊരു വലിയ അടവ് നയം. ചുരുക്കത്തിൽ CPM-ന്റെ അടവ് നയങ്ങൾ പിഴയ്ക്കാറില്ല. പൊന്നാനിയിൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും CPM പ്രയോഗിക്കുന്നത് മറ്റൊരു വമ്പൻ അടവ് നയം.